പുത്തൻവേലിക്കര ഗ്രാമപഞ്ചായത്തിന്റെയും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെയും ആധാരങ്ങൾ കാണാതായതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം. വിഷയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ജാഗ്രത പുലർത്തിയില്ലെന്നാരോപിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. എന്നാൽ ആധാരങ്ങളൊന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ലെന്നും അവ എത്രയും പെട്ടെന്ന് കണ്ടെത്തുമെന്നുമാണ് പ്രസിഡന്റിന്റെ വിശദീകരണം. പഞ്ചായത്ത് കമ്മിറ്റി ചേർന്നപ്പോൾ MCF പണിയുന്നതിനും പഞ്ചായത്ത് കോമ്പൗണ്ടിൽ ഒരു വ്യവസായ കേന്ദ്രം പണിയുന്നതിനും ആവശ്യമായ NOCക്ക് വേണ്ടി പഞ്ചായത്തിന്റെയും ബസ് സ്റ്റാൻഡിന്റെയും ആധാരങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് അവ കാണാനില്ലെന്ന വിവരം അറിയുന്നത്. ആധാരങ്ങൾ കാണാതായതിൽ പ്രസിഡന്റ് അടക്കമുള്ള ഭരണസമിതി അംഗങ്ങൾ വരുത്തിയത് വൻ വീഴ്ചയാണെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷം കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. പഞ്ചായത്തിന്റെ 5 അംഗനവാടികളുടെ ആധാരങ്ങൾ ഒഴികെ പഞ്ചായത്തിന് നിലവിലുള്ള ഒരു ജംഗമ വസ്തുക്കളുടെയും ആധാരങ്ങൾ പഞ്ചായത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. പഞ്ചായത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ആധാരങ്ങൾ എന്ത് ചെയ്തു, എവിടെ കൊണ്ടുപോയി വെച്ച് എന്ന് അറിയുവാനുള്ള ആകാംക്ഷ ഈ പഞ്ചായത്തിലെ എല്ലാ ജനങ്ങൾക്കുമുണ്ട്. പഞ്ചായത്തിൻ്റെ ആധാരങ്ങൾ നഷ്ടപ്പെട്ടാൽ അത് നഷ്ടപ്പെട്ട വിവരം പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ എല്ലാവരെയും മറച്ചു വെച്ചുകൊണ്ട് പഞ്ചായത്ത് അത് വളരെ രഹസ്യമായ രീതിയിൽ ഒരു പഞ്ചായത്ത് മുറി ചുമതലപ്പെടുത്തി ആധാരത്തിന്റെ പകർപ്പ് എടുക്കുവാനുള്ള നടപടികളുമായാണ് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. ഈ ആധാരം ആരെടുത്തു, എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് പറയുവാൻ ഈ പുത്തൻവേലിക്കര പഞ്ചായത്ത് ജനങ്ങളോട് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. പഞ്ചായത്ത് അംഗങ്ങളായ സുമീല ശിവൻ, ലൈജു കാട്ടാശ്ശേരി, ലൂസി തോമസ്, രജനി BB, CD അനിൽ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വല്ലിപറമ്പിൽ, മണ്ഡലം പ്രസിഡന്റ് PK ഉല്ലാസ്, പാർലമെന്ററി പാർട്ടി ലീഡർ ആനി തോമസ്, സെക്രട്ടറി MS രാജൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കമ്മിറ്റി കൂടി കഴിഞ്ഞപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു അജണ്ട ഉണ്ടായിരുന്നു, ഒരു 20 ലക്ഷം രൂപയുടെ വനിതാ പ്രൊജക്ട്. അപ്പോൾ അതിനുവേണ്ടി പഞ്ചായത്ത് നിലത്തിക്കെടുക്കുകയാണ്. അത് തരം മാറ്റുന്നതിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി നോക്കി കഴിഞ്ഞപ്പോൾ പഞ്ചായത്തിന്റെ ആധാരങ്ങൾ ഏതാണ്ട് എല്ലാ ആധാരങ്ങളും തന്നെ പറയാം 5 അംഗനവാടിയുടെ ആധാരങ്ങൾ മാത്രമേ ഇവിടെ ഇപ്പോൾ ഉള്ളൂ എന്നാ പറയുന്നത്. ബാക്കിയുള്ള ആധാരങ്ങൾ എവിടെ പോയി എന്ന് പ്രസിഡന്റിനോ മറ്റുള്ളവർക്ക് അറിയില്ല എന്നാ പറയണേ. ഈ വസ്തുക്കൾ എവിടെ പോയി, ആരുടെ കൈവശമാണ്, ഇത് വിറ്റോ അല്ലെങ്കിൽ പണയപ്പെടുത്തി, എന്താണ് ഇതിന്റെ പിന്നിൽ നടന്നതെന്ന യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസിന്റെ പാർലമെന്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇതേപോലൊരു ധർണ നടത്തേണ്ട സാഹചര്യം എന്നുണ്ടായത്. ഇതിവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ദിവസം പാർട്ടി ഏറ്റെടുത്തുകൊണ്ട് പഞ്ചായത്ത് തലത്തിൽ ഇത് വലിയൊരു സമരമാക്കി മാറ്റാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ആധാരങ്ങളൊന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ലെന്നും അവ എത്രയും പെട്ടെന്ന് കണ്ടെത്തുമെന്നും പുത്തൻവേലിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസി ജോഷി പറഞ്ഞു. നമുക്കറിയാം 2018 പ്രളയത്തിന് ഈ പുത്തൻവേലിക്കര പഞ്ചായത്തിലെ എല്ലാ വസ്തുക്കളും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ കുറെയൊക്കെ ഉണക്കി ഒരേ സ്ഥലങ്ങളിൽ അവർ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് 2 ദിവസം തിരഞ്ഞു, ഇനിയും കുറേയധികം തിരയാനുണ്ട് ഫയലുകൾ. അപ്പൊ അതിലുണ്ടാകും തന്നെയാണ് പറയുന്നത്. കാരണം ആധാരം കണ്ടവര് അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായ മെമ്പർമാരും സെക്രട്ടറിയും ഒക്കെ ഇത് കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ വരുത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഒരു തെരച്ചിൽ നടത്തും. ന്യൂസ് ബ്യൂറോ, പറവൂർ. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,